വാനപ്രസ്ഥം പറഞ്ഞാൽ പഴയ കാലത്ത് കാട്ടുപൂവാണ്. കാട്ടുപൂവാന്നുള്ളത് മാത്രമല്ല, അതിലൊരു മാറി നിൽക്കൽ എല്ലാറ്റിനും. ഈശ്വരനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങാം. അതിലിടയ്ക്ക് 2 ഘട്ടങ്ങൾ ഒഴിവാക്കിയാൽ തെറ്റുണ്ടോ? ഏത് ഘട്ടം? ഇപ്പോ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യാസത്തിലോട്ട് എന്നുള്ള രീതിയിൽ അതിലൊരു തെറ്റില്ല. പക്ഷേ അയ്യോ ഇനി മകള് എന്ത് വേണമെന്നുള്ള ആലോചിച്ചിരിക്കണ്ടെന്ന്. ആലോചിക്കണേല് തെറ്റില്ല, പക്ഷെ ആലോചിച്ചിരിക്കണ്ടെന്ന്. വാനപ്രസ്ഥത്തില് അത് ആലോചിച്ചില്ലെങ്കിലും തെറ്റില്ല. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം പോവാനുള്ള എല്ലാ വഴികളും വളരെ കറക്റ്റാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കൾക്ക് പോവാനുള്ള വഴികളെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് വേറൊന്നും, നമ്മുടെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇത് നമ്മുടെ ജീവിതമായി. നമ്മുടെ ലൈഫ് എങ്ങനെ വേണമെന്ന് ബ്രഹ്മചര്യം, പഠന കാലഘട്ടം, ഗാർഹസ്ഥ്യം, കല്യാണം കഴിച്ച് കുട്ടികളെ ഉണ്ടാവുക, മുൻ തലമുറയെ നിരീക്കുക, കാർന്നമാരെ നോക്കുക, മുൻ തലമുറയെ നിരീക്കുക, അടുത്ത തലമുറയെ നിരീക്ഷിച്ചിരിക്കുക. വാനപ്രസ്ഥം കഴിഞ്ഞു, നമ്മൾ കുട്ടികളെയൊക്കെ ബാധ്യതകൾ ഏൽപ്പിച്ചു, സന്തോഷമായിട്ടുള്ള ഒരു എൻജോയ്മെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫും, എന്നാൽ ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനും കുറച്ചൊക്കെ ഒരു ഏകാന്തതമായുള്ള ജീവിതം പ്രാക്ടീസ് ചെയ്യാനുള്ള ഒക്കെ ഒരു അവസരമാണ്. വാനപ്രസ്ഥം പറഞ്ഞാൽ പഴയ കാലത്ത് കാട്ടുപൂവാണ്. കാട്ടുപൂവാന്നുള്ളത് മാത്രമല്ല, അതിലൊരു മാറി നിൽക്കൽ എല്ലാറ്റിനും. ഈശ്വരനെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടങ്ങാം. ഈ ഗാർഹസ്ഥ്യത്തിൻ്റെ വളരെ കെട്ടുപാടുകളിൽ നിന്ന് മാറാം. നമ്മളിപ്പോൾ ഞാൻ കുട്ടൻ തിരുമേനിയാണ്. എനിക്കിപ്പോൾ എന്തിങ്ങനെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ആലോചന, അയ്യോ ഇപ്പം നാളെ ഇപ്പോൾ കുട്ടി +2 കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ ആലോചിക്കണം, അതെൻ്റെ ധർമ്മമാണെന്ന്. അത് കഴിഞ്ഞു, ആ സെഗ്മെന്റ് കഴിഞ്ഞു. മറ്റേത് നിരീക്കണ്ട. അയ്യോ ഇനി മകള് എന്ത് വേണമെന്നുള്ള ആലോചിച്ചിരിക്കണ്ടെന്ന്. ആലോചിക്കണേല് തെറ്റില്ല, പക്ഷെ ആലോചിച്ചിരിക്കണ്ടെന്ന്. വാനപ്രസ്ഥത്തില് അത് ആലോചിച്ചില്ലെങ്കിലും തെറ്റില്ലാന്ന്. മകളെ പറ്റിയിട്ട് ആലോചിച്ചാൽ അതിനെ നഴ്സറിയിൽ കൊണ്ടുപോകണല്ലോ എന്ന് നിരീക്കണ്ടെന്ന്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകണല്ലോ, അല്ലെങ്കിൽ ഇനി അതിന് പനിയാണല്ലോ, ഇതൊന്നും നിരീക്ഷിച്ചില്ലെങ്കിലും ഒരാൾ തെറ്റുകാരനാക്കപ്പെടുന്നില്ല. വാനപ്രസ്ഥത്തിന്റെ പിന്നെ സന്യാസം, അവിടെ എത്തുമ്പോഴേക്കും ഭാര്യയും ഭർത്താവും അവരവരുടെ ലൈഫായി. അപ്പൊ ഇത് നമ്മുടെ ലൈഫ്, ഹിന്ദു വേ ഓഫ് ലൈഫാണല്ലോ ഹിന്ദു. അപ്പൊ അല്ലാണ്ട് അതൊരു മതസംവിധാനമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെല്ലാം ഉറപ്പിച്ചു കഴിഞ്ഞിറക്കണേ. നമുക്ക് പ്രത്യേകിച്ച് അതിലുണ്ട്, നമുക്ക് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ബ്രഹ്മചര്യത്തിലാവുമ്പോൾ നമ്മൾ പഠന കാലഘട്ടം, അപ്പൊ നമുക്ക് അതിൻ്റെ ആ ബ്രഹ്മചര്യം എന്ന് പറയുന്ന സമയത്തോ, അല്ലെങ്കിൽ നമുക്ക് ഈ ഗാർഹസ്ഥ്യത്തിലൊക്കെ നമുക്ക് ആ കൃത്യമായിട്ടുള്ള ഗുരുവിനെ എല്ലാം കിട്ടി. അതെല്ലാം നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പിതൃക്കളോട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അടുത്ത തലമുറയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെക്കാൻ സാധിക്കും. നമ്മുടെ കുലദൈവം, ഇനി അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നുണ്ട് നമ്മുടെ പരദേവതര, ഇനി അത് നേരെയാക്കാൻ പറ്റും. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാധ്യതകളിൽ നിന്നൊക്കെ കുറെ ഒഴിഞ്ഞു, എന്നാൽ അതിൽ വേണമെങ്കിൽ ആവാം. രാഷ്ട്രീയക്കാരനാണെച്ചാൽ അതിൻ്റെ നടക്കാം. അപ്പൊ ഇതൊരു വേ ഓഫ് ലൈഫാണ്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ഇതും ധർമ്മ അർത്ഥ കാമ മോക്ഷം, അതാണ് ഇതിൽ. അതിലിടയ്ക്ക് 2 ഘട്ടങ്ങൾ ഒഴിവാക്കിയാൽ തെറ്റുണ്ടോ? ഏത് ഘട്ടം? ഇപ്പോ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യാസത്തിലോട്ട് എന്നുള്ള രീതിയിൽ അല്ല, തെറ്റൊന്നുമില്ല. അതിലൊരു തെറ്റില്ല, പക്ഷേ അതിലിടയ്ക്ക് 2 ഘട്ടങ്ങൾ ഒഴിവാക്കിയാൽ തെറ്റുണ്ടോ? ഏത് ഘട്ടം? ഇപ്പോ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരെ സന്യാസത്തിലോട്ട് എന്നുള്ള രീതിയിൽ അതിലൊരു തെറ്റില്ല, പക്ഷേ